Hello മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Okay. A kite is flying at a height of 60 meters above the ground. The string attached to the kite is temporarily tied to the point on the ground. The inclination of the string with the ground is 60 degree. Find the length of the string assuming that there is no slack in the string. അപ്പോൾ ആദ്യം വീഡിയോ പൗസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ചിത്രം ഒന്ന് വരച്ച് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങളിത് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ഫിഗർ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും ഇതിൻ്റെ ഫിഗർ. ഞാൻ എങ്ങനെ വരക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. എ കൈറ്റ് ഇസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് 60 മീറ്റർ എബവ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും 60 മീറ്റർ എബവിൽ നമുക്കൊരു കൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കൈറ്റ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദ സ്ട്രിങ് അറ്റാച്ച്ഡ് ടു ദ കൈറ്റ് ഈസ് ടെമ്പററി ടൈഡ് ദ പോയിന്റ് ഓൺ എ ഗ്രൗണ്ട്. ഈ കൈറ്റിൽ നിന്നും ഒരു സ്ട്രിങ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പററി ആയിട്ട് ഗ്രൗണ്ടിലേക്ക് ടൈ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സ്ട്രിങ് വിത്ത് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടുമായിട്ട് സ്ട്രിങ്ങിന് അഥവാ ആ കമ്പിക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഇതാണ് സ്ട്രിങ്. ഇതിൻ്റെ ലെങ്ത് കാണണം വിത്തൗട്ട് എനി സ്ലാക്ക് ഇൻ ദ സ്ട്രിങ്. അതിൽ വരെ ചുളിവുകളോ അല്ലെങ്കിൽ എന്താ പറയുക സിഗ്സാഗ് മൊമെൻറ്റുകളോ ഒന്നും ഇല്ല ആ സ്ട്രിങ്ങിൽ എന്നാണ് പറയുന്നത്. എങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ഹൈറ്റ് കാണണം. അപ്പോൾ ഫിഗർ കിട്ടിയില്ലേ, നോക്കി. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. സോ ഹൈപ്പോട്ടനസ് കാണണം. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടനസ് കാണണം. ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും വരുന്നത് ഒന്നെങ്കിൽ സൈന് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കല് കൊസീക്ക്. ഓക്കെ, ഞാനിവിടെ എടുത്തിട്ടുള്ള കൊസീക്കാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കാണേണ്ട ഭാഗം നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB നമുക്കറിയാം 60 ആണ്. അപ്പോൾ AC മുകളിൽ പറയുമ്പോൾ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് ആണ്, അത് കൊസീക്കാണ്. ഇനി കൊസീക്ക് കാണാൻ നമുക്ക് നമ്മളുടെ മറ്റേ ട്രയാങ്കിൾ 60, 30, 90 വരുന്ന ട്രയാങ്കിൾ, അതിൻ്റെ റേഷ്യോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് സൈന്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പം എന്താണ് കൊസീക്ക്? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് 2/1. സോറി, ഞാൻ 30യുടെ ആണ് പറഞ്ഞല്ലേ, 60 ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 60 അല്ലേ, കൊസീക്ക് 60 അല്ലേ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇവിടെ കൊസീക്ക് ആകുമ്പോഴോ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് അഥവാ 2/√3 ഈക്വൽ ടു AC ബൈ 60. ABയുടെ വാല്യൂ 60 ആണെന്നുള്ളത് ആ ചിത്രത്തിലുണ്ട്. ഇനി 60 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 2 × 60/√3 എന്ന് വരും. ഓക്കെ, ഇനി 60 ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, 60 ഞാൻ 20 × 3 എന്ന് എഴുതി. 20 × 3 ആണല്ലോ 60. അപ്പം നമുക്ക് ഈ √3 കളയാൻ പറ്റും. 3 നമുക്ക് എങ്ങനെ എഴുതാം, √3 × √3. 2 × 20 40, √3 × √3/√3. അപ്പോൾ ഒരു √3 ക്യാൻസൽ ആവും. സോ AC 40√3 എന്ന് വരും. 40√3 ആണ് ACയുടെ വാല്യൂ. AC എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, 40√3 ആണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരിക. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 40√3.